നിയുക്ത കർദിനാൾ മോൺസിഞ്ഞോർ ജോർജ് കുവക്കാടിന്റെ മെത്രാഭിഷേക ശുശ്രൂഷകൾ പൂർത്തിയായി. ചങ്ങനാശ്ശേരിയിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി. ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷത്തിന്റെ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലൊരു കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിന്റെ മെത്രാഭിഷേകം അദ്ദേഹത്തിന്റെ രൂപതയിൽ തന്നെ ഇത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 2 മണിക്ക് തന്നെയാണ്, കൃത്യം 2 മണിക്ക് തന്നെ ഈ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പ്രധാനമായും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് ദി സ്റ്റേറ്റ് പ്രതിനിധിയും അതിൽ പങ്കെടുത്തു, സഹകാർമ്മികത്വം വഹിച്ചു. എന്തായാലും ഈ കർദിനാൾ പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ വൈദിക സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം നേരിട്ട് കർദിനാൾ പദവി അദ്ദേഹത്തിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ മെത്രാനായി വാഴിക്കേണ്ട ഒരു ആവശ്യം കൂടി, ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. ആ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. നിലവിൽ നിസീബസ് കൽദായ കത്തോലിക്ക രൂപതയുടെ സ്ഥാനിക മെത്രാപ്പോലിത്തയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്നത്. ഡിസംബറിലാണ് ഈ പ്രധാനപ്പെട്ട കർദിനാൾ ചടങ്ങ് നടക്കുന്ന. കർദിനാളായി അദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. അത് ഡിസംബർ 7-ാം തീയതിയാണ്. അത് വത്തിക്കാനിൽ വെച്ചാണ് നടക്കുന്നത്. അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ മെത്രാൻ പദവിയിലേക്കും അദ്ദേഹത്തെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചോളം വലിയ ഒരു നിമിഷം തന്നെയാണ്. നിരവധി വിശ്വാസികൾ ഈ അതിരൂപതയ്ക്ക് കീഴിലുള്ളതും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള നിരവധി വിശ്വാസികൾ ഈ ചടങ്ങ് നേരിട്ട് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഒപ്പം തന്നെ വിവിധ നിയുക്ത കർദിനാൾ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിന്റെ മെത്രാഭിഷേക ശുശ്രൂഷകൾ പൂർത്തിയായിരിക്കുന്നു. നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എത്തുകയാണ് അദ്ദേഹം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദ നിമിഷമാണത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു.